സന്തോഷത്തെ എന്നും ഞാൻ കീർത്തിച്ചിടട്ടെ. ഭാഗ്യനാൾ ഭാഗ്യനാൾ യേശു എൻ പാപം തീർത്ത നാൾ. കാത്തു പ്രാർത്ഥിക്കാറാക്കിയതാ ആർത്തു ഘോഷിക്കാറാക്കിയതാ. ഭാഗ്യനാൾ ഭാഗ്യനാൾ യേശു എൻ പാപം തീർത്ത നാൾ. We've been considering under the title New Creation. പുതിയ സൃഷ്ടി എന്നുള്ള ആ ഒരു തലക്കെട്ടിലാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ദൈവവചനം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. And to understand what has been revealed as a concept, as well as to understand the purpose. ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ വെളിപ്പെടുത്തപ്പെട്ട ആശയവും ഉദ്ദേശവുമാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. We've been through the different dispensations. വിവിധ യുഗങ്ങളെക്കുറിച്ച് നാം ചിന്തിക്കുകയുണ്ടായി. The dispensation of innocence, നിഷ്പാപയുഗം, where the communication was by God Himself. ദൈവം തന്നെയായിരുന്നു ആ ആശയവിനിമയം നടത്തിയിരുന്നത്. The next was the dispensation of conscience. രണ്ടാമത്തെ മനസാക്ഷി യുഗം. This was after the fall of man. മനുഷ്യന്റെ വീഴ്ചയ്ക്ക് ശേഷം ഉള്ള യുഗമാണ് മനസാക്ഷി യുഗം. And here God used man's conscience to be the communicating aspect. ആ മനുഷ്യനോട് സംസാരിക്കുവാനായിട്ട് ദൈവം മനുഷ്യന്റെ മനസാക്ഷിയെ ഉപയോഗിക്കാനായിട്ട് ഇടയായിത്തീർന്നു. Then we went on to the time after Noah. ആ നോഹയുടെ കാലഘട്ടത്തിൽ നാം കടന്നു വന്നപ്പോൾ The new form by which the right and the wrong was communicated to mankind through certain eminent people amongst them. This is the time of the human government. മൂന്നാമത്തെ മാനുഷ്യ ഭരണയുഗത്തിലെ ശരിയും തെറ്റും തിരിച്ചറിഞ്ഞ് ആ രീതിയിൽ ദൈവത്തിൻ്റെ ഹിതം പ്രവർത്തിക്കാനായിട്ട് ജ്ഞാനവും ഭക്തിയുമുള്ള ആളുകളെ ദൈവം ആ രീതിയിൽ എഴുന്നേൽപ്പിക്കാനായിട്ട് ഇടയായിത്തീർന്നു. This went on for around 400 years. അത് ഏകദേശം 400 വർഷക്കാലം തുടർന്നു. And then God chose Abraham to build a nation and gave him a promise. And with that, he started speaking to Israelites. അതിനുശേഷം ദൈവം അബ്രഹാമിനെ തിരഞ്ഞെടുത്തു. അബ്രഹാമിലൂടെ ഒരു രാഷ്ട്രത്തെ ദൈവം ആ രീതിയിൽ തിരഞ്ഞെടുക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. വാഗ്ദത്ത യുഗം ദൈവം ആ രീതിയിൽ അബ്രഹാമിലൂടെയും ഗോത്ര പിതാക്കന്മാരിലൂടെയും ദൈവത്തിൻ്റെ ഹിതം വെളിപ്പെടുത്തിക്കൊണ്ടിരുന്നു. Then came the time that they were released out of bondage, or they escaped out of Egypt. തുടർന്ന് അവർ മിസ്രൈമി അടിമത്വത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടു. And then the law was given to them from on Mount Sinai. സീനായ് മലയിൽ വെച്ച് ദൈവം അവർക്ക് ന്യായപ്രമാണം നൽകി. And here he was using the priests to be the communicators of holiness. ദൈവത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ച് ജനത്തെ ബോധ്യപ്പെടുത്തുവാനായിട്ട് പുരോഹിതന്മാരെ ദൈവം ആ രീതിയിൽ ഉപയോഗിച്ചു. And there were so many activities connected to the tabernacle. ആ ദേവാലയത്തോട് ചേർന്ന് അല്ലെങ്കിൽ സമാഗമന കൂടാരത്തിനോട് ചേർന്ന് പല ശുശ്രൂഷകളും ദൈവം ആ രീതിയിൽ അവർക്ക് നിയമിച്ചു കൊടുത്തു. Under the same dispensation, they now entered into the land of Canaan. അതേ ആ യുഗത്തിൽ തന്നെ അവർ കനാൻ ദേശത്തേക്ക് പ്രവേശിച്ചു. And here there were the priests and judges. അതിനെ തുടർന്ന് പുരോഹിതന്മാരും അതിനുശേഷം ന്യായാധിപന്മാരും ശുശ്രൂഷ നിവർത്തിച്ചുകൊണ്ടിരുന്നു. And this went on till the time of Samuel. അത് ശമൂവേൽ പ്രവാചകന്റെ കാലം വരെയും ആ കാര്യം തുടർന്നുകൊണ്ടിരുന്നു. And God was the king. ദൈവമായിരുന്നു അവർക്ക് രാജാവായിട്ട് ഉണ്ടായിരുന്നത്. And that whole time period, right up till the time that they were in Canaan and that they were the last verse of Judges, we do know that every man did what he felt right. അങ്ങനെ ഇസ്രായേൽ ജനം കനാനിലായിരുന്ന കാലഘട്ടത്തിൽ അതിൻ്റെ ന്യായപ്രമാണ യുഗത്തിൻ്റെ അവസാനത്തിൽ അല്ലെങ്കിൽ ന്യായപ്രമാണ പുസ്തകത്തിൻ്റെ ഒടുവിൽ നാം വായിക്കുന്നത് പോലെ ആ കാലത്ത് ഇസ്രായേൽ രാജാവില്ലായിരുന്നു. ഓരോരുത്തൻ തനിക്ക് ബോധിച്ചതുപോലെ നടന്നു എന്ന് നാം വായിക്കും. And then there was a demand from the Israelites themselves that they should be like the other people around who had human kings. അതിനുശേഷം ഇസ്രായേൽ ജനത്തിൽ നിന്ന് തന്നെ അങ്ങനെ ഒരു ആവശ്യം ഉണരുവാനായിട്ട് ഇടയായിത്തീർന്നു. ചുറ്റുമുള്ള ജാതികൾക്കുള്ളതുപോലെ തങ്ങൾക്കും
ഒരു രാജാവിനെ വേണം എന്ന് അവർ ആവശ്യപ്പെട്ടു. And God anointed the king they chose, Saul. അവര് തെരഞ്ഞെടുത്ത ആ രാജാവായ ശൗലിനെ ദൈവം അഭിഷേകം ചെയ്യുവാനായിട്ട് അനുവദിച്ചു. Followed by the failure of Saul and the death of Saul, then there was David who took over as a anointed king. ശൗലിന്റെ പരാജയത്തിനും മരണത്തിനും ശേഷം ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ട ദാവീദ് രാജാവായിട്ട് വാഴുവാനായിട്ട്. And then of course we do know about Solomon. അതിനുശേഷം ശലോമോന്റെ കാലഘട്ടം അതൊക്കെ നമുക്കറിയാം. Thereafter there was a decline in the holiness of the children of Israel. ഇസ്രായേൽ ജനത്തിന്റെ മധ്യത്തില് വിശുദ്ധി ഉള്ള ആ വിഷയത്തില് അവരെ താഴേക്ക് അധംപതിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. And the country and the nation was divided into two, the north and the south. ആ രാജ്യം രണ്ടായി വിഭജിക്കപ്പെട്ടു, വടക്കേ രാജ്യവും തെക്കേ രാജ്യം എന്നുള്ള രീതിയിൽ. This is a slide. Let me tell you that actually it's LeJoyce who's constructed this slide from the English version. He is helping me as well as Spurgeon. In between them, they do the translation for the slides. This particular slide and the next one is a timeline of the Old Testament as such, starting from BC 2300. പഴയ നിയമത്തിന്റെ ഒരു കാലക്രമം വിവരിക്കുന്ന ഒരു കലണ്ടറാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഏകദേശം BC 2300 തൊട്ടുള്ള ഒരു കാലഘട്ടം. And then there's one about the prophets as well. അതുപോലെ തന്നെ പ്രവാചകന്മാരുടെ കാലക്രമം വിവരിക്കുന്ന ഒരു ചിത്രമുണ്ട്. It can be of use. You can always take any of these slides as you want. ഇത് നമുക്ക് പഠനത്തിന് സഹായകരമാകുന്ന രണ്ട് സഹായ ഗ്രന്ഥങ്ങളാണ്. And like I told you, you mentioned LeJoyce and Spurgeon. They are the ones who do all these translations. നമ്മുടെ സഹോദരന്മാരായ ലിജോയ്സും സ്പർജനുമാണ് ഈ രണ്ട് ചാർട്ടുകളും ആ രീതിയിൽ ഇംഗ്ലീഷിൽ നിന്ന് എല്ലാ കാര്യങ്ങളും അവരെ ട്രാൻസ്ലേറ്റ് ചെയ്യാനും ഒക്കെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. Now we come to the time of a silence. തുടർന്ന് ഒരു നിശബ്ദ കാലഘട്ടമാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. The silence of 400 years. ഏകദേശം 400 വർഷക്കാലത്തെ ഒരു നിശബ്ദ കാലഘട്ടം. Malachi was one of the last prophets of the Old Testament times. പഴയ നിയമ പ്രവാചകന്മാരിൽ അവസാനത്തെ പ്രവാചകനായിരുന്നു മലാക്കി. And the 400 years God did not communicate with the chosen nation. ദൈവത്തിന്റെ രാഷ്ട്രമായ ഇസ്രായേലിനോട് ദൈവം 400 വർഷക്കാലം ഒന്നും തന്നെ സംസാരിച്ചില്ല. There was no genuine sacrifices that were being done on the altar. ശരിയായ രീതിയിലുള്ള യാഗങ്ങളോ അല്ലെങ്കിൽ യാഗപീഠത്തിന്മേൽ അർപ്പിക്കുന്ന ആ യാഗങ്ങളൊന്നും ആ കാലഘട്ടത്തിൽ നടന്നതായിട്ട് മനസ്സിലാക്കുന്നില്ല. But then God did, at the end of that century, did start to communicate with man. എന്നാൽ ആ ഒരു കാലഘട്ടത്തിന്റെ അവസാനത്തിൽ ദൈവം വീണ്ടും മനുഷ്യനോട് സംസാരിക്കാനായിട്ട് ആരംഭിച്ചു. And the new plan was the dispensation of the law will now move on to the dispensation of grace. ഈ പുതിയ കാലഘട്ടം എന്ന് പറയുന്നത് ന്യായപ്രമാണ യുഗം കൃപായുഗത്തിന് വഴിയൊരുക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. And the way it was started through John the Baptist was bringing about the awareness of sin and the need for repentance from sin from the preaching of John the Baptist. ആ കാര്യത്തിന് വേണ്ടി ദൈവം ഉപയോഗിച്ച വ്യക്തിയായിരുന്നു യോഹന്നാൻ സ്നാപകൻ എന്നുള്ളത് നമുക്കറിയാം. ആ യോഹന്നാൻ സ്നാപകന്റെ പ്രസംഗത്തോടെ പാപത്തെക്കുറിച്ചിട്ടുള്ള അവബോധവും മാനസാന്തരത്തിന്റെ ആവശ്യകതയും വീണ്ടും അവതരിപ്പിക്കപ്പെട്ടു. So the concept of sin is now being brought back into the nation of Israel. ഇസ്രായേൽ ജനത്തോട് വീണ്ടും പാപത്തെക്കുറിച്ച് അവരെ ബോധ്യപ്പെടുത്തുവാനായിട്ട് ദൈവം ഇടയായി. And the need to repent. അതിന്റെ ഫലമായിട്ട് മാനസാന്തരപ്പെടേണ്ടതിന്റെ ആവശ്യകതയും അവർ ഓർപ്പിച്ചു. And the new thing about being baptized. എന്ന് മാത്രമല്ല ഒരു സ്നാനപ്പെടേണ്ടതിന്റെ ആവശ്യകതയും അവിടെ അറിയിക്കാൻ. Sacrifices were not being mentioned here. ഇവിടെ യാഗങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു കാര്യവും പറയുന്നില്ല. The new thing that came into the scene is the baptism. പുതിയ ഒരു കാര്യം കടന്നു വന്നത് സ്നാനം എന്നുള്ള കാര്യമാണ്. And here there is a change of the definition of sin. പാപത്തെ കുറിച്ചിട്ടുള്ള ഒരു നിർവചനത്തിലും മാറ്റം വരുവാനായിട്ട് ഇടയായി. Not the sin itself, but a change in how you look at sin. പാപത്തിന് എന്തെങ്കിലും വ്യത്യാസം വന്നു എന്നുള്ളതല്ല, എന്നാൽ പാപത്തെ നാം എങ്ങനെ കാണണം എന്നുള്ള കാര്യത്തിൽ വ്യത്യാസം വരുവാനായിട്ട് ഇടയായി. It is no more a rule book. അത് ഇനിയും ഒരു നിയമപ്രകാരമുള്ള ഒരു കാര്യമല്ല, but a concept. എന്നാൽ അതൊരു ആശയമാണ്. And that concept we will discuss later on. ആ ആശയം നമുക്ക് പിന്നീട്
കൂടുതലായിട്ട് അത് ചിന്തിക്കാനായിട്ട് ഇടയായിത്തീരും. In the New Testament, we know that Jesus Christ was born around BC 3, BC 2. ഏകദേശം BC 3-2 കാലഘട്ടത്തിൽ കർത്താവായ യേശു ക്രിസ്തു മനുഷ്യനായിട്ട് ഈ ഭൂമിയിലേക്ക് അവതരിച്ചു. And it was at the age of 30, almost the age of 30, that he was baptized by John the Baptist. ഏകദേശം 30 വയസ്സുള്ളപ്പോൾ താൻ യോഹന്നാൻ സ്നാപകനാൽ സ്നാനമേറ്റു എന്ന് നാം വായിക്കുന്നു. So far, up until now, God's focus was on one nation. ഇതുവരെയും ദൈവം പ്രധാനമായിട്ടും ശ്രദ്ധിച്ചിരുന്നത് ഒരു രാഷ്ട്രത്തിന്റെ മേലായിരുന്നു. But now he has expanded that to the whole world. എന്നാൽ ഇപ്പോൾ ലോകം മുഴുവൻ അത് വ്യാപിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. Which we see in John 3:16. യോഹന്നാന്റെ സുവിശേഷം 3:16 വായിച്ചാൽ where he is now sending his only begotten son. തന്റെ ഏകജാതനെ പുത്രനെ ദൈവം ഈ ഭൂമിയിലേക്ക് അയക്കുകയാണ്. And the concept of sacrifice is now changed into a concept of belief. ആ യാഗത്തിന്റെ ആ ഒരു കാര്യം മാറി വിശ്വസിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. And a word of everlasting life comes into play. നിത്യജീവൻ എന്നുള്ള ഒരു പദവും നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. And it's not the conscience like what it was, or the human agents like the patriarchs or the priests or the judges, the kings and the prophets, but the Son of God himself that will be communicated with man directly. കഴിഞ്ഞ കാലങ്ങളിലെ പോലെ മനസാക്ഷിയോ മനുഷ്യന്റെ ഏതെങ്കിലും ആളുകളോ, അതായത് ഗോത്രപിതാക്കന്മാർ, പുരോഹിതന്മാർ, പ്രവാചകന്മാർ അങ്ങനെയുള്ള ആളുകളിൽ കൂടെയോ അല്ലാതെ ദൈവപുത്രൻ തന്നെ നേരിട്ട് സംസാരിക്കുവാനായിട്ട്. And he is going to build this church, തന്റെ സഭയെ കർത്താവ് പണിയാനായിട്ട്, this universal church, സാർവത്രിക സഭയെ ദൈവം of പണിയാനായിട്ട്, which he is the head. കർത്താവ് തന്നെ തലയായിരിക്കുന്ന സഭ. So in this program of building a church, a lot of planning and activities take place. ആ സഭയോടുള്ള ബന്ധത്തിൽ, സഭയെ പണിയുന്നതോടുള്ള ബന്ധത്തിൽ പല കാര്യങ്ങളും അതിനോട് ചേർന്ന് പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് You സാധിക്കും. all know, if you have a wedding in your house, നമ്മുടെ ആരുടെയെങ്കിലും ഭവനത്തിൽ ഒരു വിവാഹം നടക്കുകയാണെങ്കിൽ the amount of planning that goes into it for months together till the day the whole event takes place. ആ വിവാഹം നടക്കുന്നത് വരെയും അതിന്റെ ആലോചനയോടുള്ള ബന്ധത്തിലും അതിന്റെ ക്രമീകരണങ്ങളോടുള്ള ബന്ധത്തിലും പല കാര്യങ്ങളും നാം ചെയ്യുവാനായിട്ട് ഇടയായിത്തീരുന്നു. That take as a small sample of what Christ is in, God has been able, was activating to end up in that wedding feast that will be in the banquet that will be in heaven. ആ ഒരു ചിത്രം നമ്മൾ മനസ്സിൽ വെക്കുകയാണെങ്കിൽ ഇനിയും ഭാവിയിൽ സ്വർഗത്തിൽ വെച്ച് നടക്കുവാൻ പോകുന്ന ആ വിവാഹത്തോടുള്ള ബന്ധത്തിൽ ദൈവം തന്നെ ആ കാര്യങ്ങള്, അതിന്റെ ക്രമീകരണങ്ങൾ ആരംഭിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. Invitations are being sent. അതിനുള്ള ക്ഷണക്കത്തുകൾ അയക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. Possibilities of what could be and what could not be for them not to come is being said. ആർക്കൊക്കെ കടന്നു വരാൻ സാധിക്കുകയില്ല, അതിനുള്ള സാധ്യതകളൊക്കെയും അറിയിച്ചു. Overcoming those hurdles also is being said. ആ തടസ്സങ്ങൾ എങ്ങനെ അതിനെ അതിജീവിക്കാം എന്നുള്ള കാര്യവും ഓർപ്പിച്ചു. And he is building the bride, the universal church, so that he would have that time when he would have a banquet feast. തന്റെ മണവാട്ടി സഭയെ ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ രീതിയിൽ ആ കല്യാണത്തിനായിട്ട്, വിവാഹത്തിനായിട്ട് അല്ലെങ്കിൽ വിവാഹ സദ്യക്കായിട്ട് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. And for the preparation, the Son of God himself comes to communicate. അതിന്റെ ഒരുക്കത്തോടുള്ള ബന്ധത്തിൽ ദൈവപുത്രൻ തന്നെ ഈ ഭൂമിയിലേക്ക് ആ കാര്യങ്ങൾ അറിയിക്കുവാനായിട്ട് കടന്നു വരികയാണ്. A few notes here. I'm just going to go away from the fact about the Gospels as such. We got 4 Gospels. നമുക്കറിയാം, നമുക്ക് 4 സുവിശേഷങ്ങൾ ഉണ്ട്, ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. Of which Matthew and John, which is written, were by the disciples themselves. They were real disciples of the Christ among the 12. നമുക്കറിയാം, ആ സുവിശേഷങ്ങളിൽ മത്തായിയും യോഹന്നാനും അവർ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിലുള്ള ആളുകളായിരുന്നു. Whereas Mark, he's an understudy of Peter. എന്നാൽ മർക്കോസ് പത്രോസിന്റെ കൂടെ ശുശ്രൂഷ ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു. And he used to be able to listen to all those sermons of Peter, and he used to transcribe them, and that formed the book of the Gospel of Mark. പത്രോസിന്റെ ശുശ്രൂഷകളും പ്രസംഗങ്ങളും ഒക്കെയും കേട്ട് അതിനെ തുടർന്നാണ് മർക്കോസ് തന്റെ സുവിശേഷം എഴുതുവാനായിട്ട് ഇടയായിത്തീർന്നത്. He was not part of the team with the Lord Jesus Christ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൂടെ ഉണ്ടായിരുന്ന
ആ ശിഷ്യഗണത്തിൽ ഉൾപ്പെട്ട വ്യക്തിയായിരുന്നില്ല മർക്കോസ്. But he took all that was the knowledge that was passed from the sermons of Peter. എന്നാൽ പത്രോസിന്റെ പ്രസംഗങ്ങളിൽ നിന്ന് തനിക്ക് ലഭിച്ച അറിവുകളൊക്കെയും മർക്കോസ് ആ കാര്യങ്ങൾ ഓർത്ത് എഴുതുവാനായിട്ട്. That first gospel, as is considered the first gospel, was written by Mark in around AD 50, 51, 52. ആ ആദ്യം എഴുതപ്പെട്ട സുവിശേഷം ആണ് മർക്കോസിന്റെ സുവിശേഷം എന്നുള്ളതാണ് പൊതുവെ മനസ്സിലാക്കുന്നത്. ഏകദേശം AD 51-52 കാലഘട്ടത്തിൽ Matthew started writing what he had by living with Christ in Aramaic, certain portions. മത്തായി തന്റെ സുവിശേഷം കർത്താവ് യേശുക്രിസ്തുവിനോട് കൂടെ ജീവിച്ച ആ കാലഘട്ടത്തിലെ ഉള്ള ഓർമ്മകളിൽ നിന്നാണ് എഴുതുവാനായിട്ട് ആരംഭിച്ചത്. അത് അരാമ്യ ഭാഷയിലായിരുന്നു ആദ്യ ഭാഗങ്ങളൊക്കെ. But he stopped after having done a few pages or a few chapters. എന്നാൽ ആദ്യത്തെ ചില ഭാഗങ്ങൾ എഴുതിയതിനു ശേഷം ചില അല്പകാലം അത് നിർത്തിവെച്ചു. By which time Mark had completed writing his gospel. ആ സമയം കൊണ്ട് മർക്കോസ് തന്റെ സുവിശേഷം എഴുതി പൂർത്തീകരിക്കാനായിട്ടിടയായി. Matthew then took around 70% of Mark's notes and put it into his gospel. മത്തായി അതിനെ തുടർന്ന് മർക്കോസിന്റെ എഴുത്തുകളിൽ നിന്ന് ഏകദേശം 70% അതിൽ നിന്ന് എടുത്ത് തന്റെ സുവിശേഷത്തിൽ അത് ഉൾപ്പെടുത്തുവാനായിട്ടിടയായി. And added his own notes or his own additions to those that were missing in Mark's gospel. ആ മർക്കോസിന്റെ സുവിശേഷത്തിൽ നിന്ന് അതിൽ നിന്ന് തനിക്ക് കർത്താവിൽ നിന്ന് ഉള്ള കാര്യങ്ങൾ കൂടെ ചേർത്ത് അത് വിപുലീകരിച്ച് എഴുതുവാനായിട്ടിടയായി തീർന്നു. And then there was Luke. ലൂക്കോസിന്റെ സുവിശേഷം. He was Paul's companion. ലൂക്കോസ് നമുക്കറിയാം പൗലോസിന്റെ ഒരു സഹപ്രവർത്തകനായിരുന്നു. And he got all his notes from what he heard Paul talking about. പൗലോസ് സംസാരിക്കുന്നതിൽ നിന്നാണ് ലൂക്കോസിന് പല കാര്യങ്ങളും മനസ്സിലാക്കാനായിട്ടിടയായി തീർന്നത്. Whereas he was a educated person, a scientific person, he's a doctor. ലൂക്കോസ് നമുക്കറിയാം ഒരു വൈദ്യനായിരുന്നു. ആ രീതിയിൽ തനിക്ക് അതിൻ്റെതായിട്ടുള്ള ആ കാര്യങ്ങളൊക്കെയും ഉണ്ടായിരുന്നു. So he went into details by talking to witnesses. അതുകൊണ്ട് അനേക സാക്ഷികളോട് സംസാരിച്ച് പല കാര്യങ്ങളും ലൂക്കോസ് മനസ്സിലാക്കി. And therefore he had a lot of details, particularly in the early years of Jesus. അതുകൊണ്ട് കർത്താവ് യേശുക്രിസ്തുവിന്റെ പ്രാരംഭ നാളുകളെ കുറിച്ചിട്ടുള്ള പല കാര്യങ്ങളും ലൂക്കോസ് ആ രീതിയിൽ മനസ്സിലാക്കുവാനായിട്ടിടയായി തീർന്നു. And therefore, whereas John wrote after the fall of Jerusalem. യോഹന്നാൻ തന്റെ സുവിശേഷം എഴുതിയത് യെരുശലേമിന്റെ വീഴ്ചയ്ക്ക് ശേഷമായിരുന്നു. And therefore he wrote everything that was not there in the 3 gospels which are already published. അതുവരെയും രേഖപ്പെടുത്തിയ മറ്റ് 3 സുവിശേഷങ്ങളിൽ ഇല്ലാത്ത കാര്യങ്ങളാണ് യോഹന്നാൻ തന്റെ സുവിശേഷത്തിൽ എഴുതുവാനായിട്ട് ഇടയായി തീർന്നത്. And of course, yes, you know, Matthew had the essence of the kingship of Christ. നമുക്കറിയാം മത്തായി തന്റെ സുവിശേഷത്തിൽ കർത്താവ് യേശുക്രിസ്തുവിന്റെ രാജത്വം എന്നുള്ള വിഷയമാണ് കൂടുതലായിട്ട് എഴുതിയിരിക്കുന്നത്. And in Mark it was about the servant. മർക്കോസിന്റെ സുവിശേഷത്തിൽ കർത്താവ് യേശുക്രിസ്തു ഒരു ദാസൻ എന്നുള്ള രീതിയിൽ. In Luke as the son of man. ലൂക്കോസ് മനുഷ്യപുത്രൻ എന്നുള്ള രീതിയിലും. And John as the son of God. യോഹന്നാൻ ദൈവപുത്രൻ എന്നുള്ള രീതിയിലുമാണ് ആ സുവിശേഷങ്ങൾ എഴുതിയിരിക്കുന്നത്. Why I mention this is that when we read the gospels you find certain common factors. Luke actually did about 75 to 80% of Mark's gospel. You'll find their commonality, whereas there are certain changes which each individual, as inspired by the Holy Spirit, entered into those texts. ഈ സുവിശേഷങ്ങളൊക്കെ നാം വായിക്കുമ്പോൾ പ്രത്യേകിച്ച് മത്തായി, മർക്കോസ്, ലൂക്കോസ് ആ സുവിശേഷങ്ങളിൽ പൊതുവായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ട്. എന്നാൽ അതാത് സുവിശേഷകന്മാർ അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ കൂടെ അതിൽ ചേർത്ത് എഴുതിയിരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ദൈവാത്മാവിനാൽ നിയന്ത്രിതമായിട്ട്. We did hear James Verghese talk about this particular instance where John the Baptist mentioned about Christ as he saw him. കഴിഞ്ഞ ദിവസം സഹോദരൻ ജെയിംസ് വർഗീസ് കടന്നു വന്നപ്പോൾ കർത്താവായ യേശുക്രിസ്തു ദൈവത്തിന്റെ കുഞ്ഞാട് എന്നുള്ള രീതിയിൽ താൻ നമ്മെ ഓർപ്പിക്കുകയുണ്ടായി. And the one who taketh away the sin of the world. ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് നാം വായിച്ചു. So now the world concept was there given by John the Baptist. ആ ലോകത്തിന്റെ ഒരു ചിത്രമാണ് ഇവിടെ യോഹന്നാൻ അവതരിപ്പിക്കുന്നത്. And that Christ was the Lamb of God. ആ കർത്താവായ യേശുക്രിസ്തു ദൈവത്തിന്റെ കുഞ്ഞാടാണ് എന്നും താൻ പറയുന്നു. At the same time he mentioned he was before me. അതുപോലെ തന്നെ യോഹന്നാൻ സ്നാപകൻ പറഞ്ഞു അവൻ എനിക്ക് മുമ്പേ ഉണ്ടായിരുന്നു എന്ന്. And then in John chapter 1 verse 31 he reads. യോഹന്നാന്റെ സുവിശേഷം 1:31 നാം വായിക്കുന്നത്
ഞാനോ അവനെ അറിഞ്ഞില്ല, എങ്കിലും അവൻ ഇസ്രായേലിന് വെളിപ്പെടേണ്ടതിന് ഞാൻ വെള്ളത്തിൽ സ്നാനം കഴിപ്പിപ്പാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. The context of that verse is very interesting. He is talking of the world. World includes Gentiles. അവിടെ ആ വാക്യത്തിന്റെ പശ്ചാത്തലം നാം മനസ്സിലാക്കണം. അവിടെ ലോകം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് ജാതികളെ ഉൾപ്പെടുന്ന ഒരു ചിത്രമാണ്. That was in verse 29 of chapter 1. അത് 29ാമത്തെ വാക്യത്തിലാണ്, 1-ാം അധ്യായത്തിൽ. In verse 31 he says that he should be manifest to Israel. He doesn't talk the world. He says Israel. എന്നാൽ 31ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ലോകം എന്നല്ല യോഹന്നാൻ പറയുന്നത്, അവൻ ഇസ്രായേലിന് വെളിപ്പെടേണ്ടതിന് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. So we do need to understand that the context of the Bible is in such a way that the communication that took place between Jesus and the local people who are Jews in a local context of Israel. അതുകൊണ്ട് തിരുവെഴുത്തിന്റെ പ്രത്യേകിച്ച് സുവിശേഷത്തിന്റെ ആ കാലഘട്ടത്തിലെ കർത്താവായ യേശുക്രിസ്തുവും അന്നുണ്ടായിരുന്ന യഹൂദന്മാരും അവരുടെ ആ പ്രാദേശികമായ ചുറ്റുപാടിൽ നിന്നുകൊണ്ടാണ് പല കാര്യങ്ങളും അവർ സംസാരിച്ചത് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതാണ്. And the same time this Bible has to be having the text and the words that are spoken by Jesus in a way in which for the 2000 years ahead or until the time he comes again it should be relevant. എന്ന് മാത്രമല്ല ഈ സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രത്യേകിച്ച് കർത്താവ് യേശുക്രിസ്തുവിന്റെ തന്നെ വാമൊഴികളായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ ഇന്നും അല്ല ഇനി കർത്താവ് വരുന്നവരെയും അത് ഏറ്റവും മാറ്റമില്ലാത്ത തിരുവെഴുത്തിലെ സത്യങ്ങളായിട്ട് തന്നെ നിലകൊള്ളുന്നു എന്നുള്ളതാണ്. So you understand the complexity of the communication that was needed there. അതുകൊണ്ട് അന്ന് ഉണ്ടായിരുന്ന ആ സംസാരങ്ങളിൽ അതിന്റെ പ്രാധാന്യം നാം ഉൾക്കൊള്ളണം. It is to be listened to by Jews who will not understand. യഹൂദന്മാർക്ക് അത് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നില്ല. He will be talking to the Jews directly. കർത്താവ് നേരിട്ട് യഹൂദന്മാരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. Dealing with the Jews directly. യഹൂദന്മാരോട് നേരിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. And he is building a church of Gentiles included. എന്നാൽ അതേ സമയം തന്നെ ഒരു സഭയെ താൻ പണിതുകൊണ്ടിരിക്കുന്നു, അതിൽ ജാതികളും ഉൾപ്പെട്ടിരിക്കുന്നു. So it is not an easy communication process. അതുകൊണ്ട് ഈ കാര്യങ്ങൾ അവരെ അത് ശരിയായ രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കുവാനായിട്ട് അത്ര എളുപ്പമല്ല. Now we read the 33rd verse of John chapter 1. എന്നാൽ 1:31 നാം കടന്നു വരുമ്പോൾ where baptism by the Holy Spirit, that's what the Lord Jesus Christ came to do. പരിശുദ്ധാത്മ സ്നാനം എന്നുള്ള കാര്യം അതാണല്ലോ കർത്താവ് ചെയ്യുവാനായിട്ട് വന്നത്. A new concept again. അതും ഒരു പുതിയ ആശയമാണ്. There was the sacrifices that then became baptism by water, and now there is a baptism by the Spirit. ആദ്യം യാഗങ്ങളെ കുറിച്ച് പറഞ്ഞു, അതിനുശേഷം വെള്ളത്തിലുള്ള സ്നാനത്തെ കുറിച്ച് പറഞ്ഞു, ഇപ്പോൾ ഇത് ആത്മസ്നാനത്തെ കുറിച്ച് പറഞ്ഞു. And the 34th verse says, I saw and bear record that this is the Son of God. 34 വരുമ്പോൾ അവിടെ യോഹന്നാൻ പറയുകയാണ്, അങ്ങനെ ഞാൻ കാണുകയും ഇവൻ ദൈവപുത്രൻ തന്നെ എന്ന് സാക്ഷ്യം പറയുകയും ചെയ്തിരിക്കുന്നു. You see, we do read the word of God in all relevance to our lives today. നാം തിരുവെഴുത്ത് വായിക്കുന്നത് നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ഇന്ന് നമ്മോട് സംസാരിക്കുന്ന ആ രീതിയിലാണ് നാം വായിക്കുന്നത്. And all to do with our having to live a life that is holy and blameless as much as we can with the guidance of the Spirit. ദൈവത്തിന്റെ ആത്മാവിന്റെ സഹായത്താൽ നാം ദൈവത്തിന് പ്രസാദമുള്ള രീതിയിൽ വിശുദ്ധ ജീവൻ നയിക്കാനായിട്ടുള്ള ആഗ്രഹത്തോടു കൂടിയാണ് നാം അത് ചെയ്യുന്നത്. But when we worship Him, എന്നാൽ നാം കർത്താവിനെ ആരാധിക്കുമ്പോൾ it is not our local blessings that we receive. നാം കർത്താവിൽ നിന്ന് പ്രാപിക്കുന്ന ആ അനുഗ്രഹങ്ങളെ കുറിച്ച് ഓർത്തുകൊണ്ട് മാത്രമല്ല, understand the gravity and the complexity of this whole word of God that came into existence that is enabling us to worship Him. ഈ തിരുവെഴുത്തിലൂടെ ദൈവം നമ്മോട് വെളിപ്പെടുത്തിയ ആശയങ്ങളും സത്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിനെ നമ്മൾ ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുക. So the preparation for building a church is tremendously huge. ആ ഒരു സഭയെ പണിയാനായിട്ടുള്ള ഒരുക്കം എന്ന് പറയുന്നത് അത് വലിയ ഒരു കാര്യം തന്നെയാണ്. And that alone should be enough for us to worship in awe of the Lord God Almighty. അതുകൊണ്ട് ആ ഒരു ചിന്ത തന്നെ വലിയവനായ ദൈവത്തെ എല്ലാ ഭയഭക്തി ബഹുമാനത്തോടും കൂടെ ആരാധിക്കുവാനായിട്ട് നമുക്ക് മതിയായ കാര്യങ്ങളാണ്. So this universal church, now this, you see, when I've been repeating in all the classes about the newness, it is all leading to the factor, why do we need a new creation?
ആ ഓരോ ക്ലാസ്സിൽ നമ്മൾ ആ പുതിയ കാര്യങ്ങൾ പുതുക്കത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നാം ആ പുതിയ സൃഷ്ടി എന്നുള്ള വിഷയത്തിലേക്കാണ് നാം പോയിക്കൊണ്ടിരിക്കുന്നത്. God has been constantly striving with man to be able to convince and persuade him towards holiness. വിശുദ്ധിയിലേക്ക് മനുഷ്യനെ നയിക്കുവാനായിട്ട് ദൈവം അതാത് കാലങ്ങളിൽ ദൈവം മനുഷ്യനോട് തന്റെ ആ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ ദൈവം വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. At the same time, he cannot change the fact that man himself has to make the decision. എന്നാൽ മനുഷ്യൻ താൻ തന്നെയാണ് തീരുമാനങ്ങൾ എടുക്കേണ്ടത് എന്നുള്ള കാര്യവും ദൈവം ഓർപ്പിച്ചുകൊണ്ടിരുന്നു. And therefore, what God does is he changes everything around him. അതുകൊണ്ട് ദൈവം ചെയ്യുന്നത് എന്താണ്? മനുഷ്യന്റെ സാഹചര്യങ്ങളെ ദൈവം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. So that there is a persuasion in man to seek after God. അതുകൊണ്ട് മനുഷ്യന്റെ ഉള്ളിൽ ദൈവത്തെ അന്വേഷിക്കുവാൻ, ദൈവത്തെ പിൻപറ്റുവാനായിട്ടുള്ള ഒരു നിർബന്ധം അവന്റെ മേൽ വരുന്നു. So for that, if you read John chapter 1 verse 1, of course we know this. യോഹന്നാൻ 1:1 നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടി ആയിരുന്നു, വചനം ദൈവമായിരുന്നു. And then in the 14th verse, he dwelt among us. 14ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. So his focus is the whole world. കർത്താവായ യേശുക്രിസ്തുവിന്റെ ആ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് മുഴു ലോകവുമാണ്. But he dwelt among us. എന്നാൽ അവൻ നമ്മുടെ ഇടയിൽ പാർത്തു. To be able to communicate individually with each one of us. വ്യക്തിപരമായിട്ട് നമ്മോട് ഓരോരുത്തരോടും സംസാരിക്കുവാനായിട്ട് കർത്താവ് താൻ തന്നെ നമ്മുടെ ഇടയിൽ പാർത്തു. And this universal church is a collection of such believers that he has touched. അങ്ങനെ കർത്താവായ യേശുക്രിസ്തുവിനാൽ സ്പർശിക്കപ്പെട്ട വിശ്വാസികളുടെ കൂട്ടമായിരിക്കും സാർവത്രിക സഭ എന്ന് പറയുന്നത്. So we just look at how the ministry begins. കർത്താവിന്റെ ശുശ്രൂഷ ആരംഭിച്ച കാര്യം നമുക്കൊന്ന് നോക്കാം. He is baptized. കർത്താവ് സ്നാനമേറ്റു. And the heavens were opened and there was a declaration that this is the Son of God. പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗ്ഗം തുറന്നു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്നുള്ള പ്രഖ്യാപനം ഉണ്ടായി. A dove descended upon him. അവിടെ പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവെന്ന പോലെ അവന്റെ മേൽ ഇറങ്ങി വന്നു. Thou art my beloved son in whom I am pleased. നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗ്ഗത്തിൽ നിന്ന് ഒരു ശബ്ദവും ഉണ്ടായി. Then we see in Luke in the 23rd verse, ലൂക്കോസിന്റെ സുവിശേഷം തന്നെ 23ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ it records that he is of about 30 years of age. അവിടെ കർത്താവിന് ഏകദേശം 30 വയസ്സ് പ്രായമായിരുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. And then he went in to be tempted in the wilderness. അതിനുശേഷം മരുഭൂമിയിലേക്ക് താൻ പരീക്ഷിക്കപ്പെടുവാനായിട്ട് താൻ പോയി. And in Luke 14 he says Jesus returned in the power of the Spirit into Galilee. എന്നാൽ പിന്നീട് നാം വായിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ താൻ ഗലീലയിലേക്ക് കടന്നുപോയി എന്ന് വായിക്കുന്നു. And there's a period that says that he started teaching in the synagogues. എന്ന് മാത്രമല്ല, തുടർന്ന് അവരുടെ പള്ളികളിൽ കർത്താവ് ഉപദേശിച്ചു എന്ന് നാം വായിക്കുന്നു. Now, how does he communicate? എങ്ങനെയാണ് കർത്താവ് ആശയവിനിമയം നടത്തിയത്? He collects a team of 12 disciples. താൻ ഒരു 12 ശിഷ്യന്മാരെ തെരഞ്ഞെടുത്തു. Uneducated people. ആ രീതിയിലുള്ള വിദ്യാഭ്യാസമോ ഒന്നും ഇല്ലാത്ത ആളുകളായിരുന്നു. Simple people. സാധാരണക്കാരായ ആളുകൾ. Most of the time they were not able to understand what is happening. പല കാര്യങ്ങളും മനസ്സിലാക്കുവാനായിട്ട് അവർക്ക് ആ സമയത്ത് സാധിച്ചിരുന്നില്ല. But very loyal. എന്നാൽ കർത്താവിനോട് വളരെ വിശ്വസ്തരായിട്ടുള്ള ആളുകൾ. And committed. ആ കർത്താവിനോട് വളരെ സമർപ്പിക്കപ്പെട്ട ആളുകൾ. And with the conviction that this is the Messiah they've been waiting for. അവർ കാത്തിരുന്നിരുന്ന മശീഹയാണെന്നുള്ള ഉത്തമ ബോധ്യത്തിൽ. But still confused, but still went on with the Lord. പലപ്പോഴും ചില സമയങ്ങളിൽ അവർക്ക് സംശയങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അവർ കർത്താവിനോട് പറ്റി നിന്നു. So the first means by which he started communication was personal communication. അതുകൊണ്ട് കർത്താവ് അവരോട് സംസാരിക്കാനായിട്ട് ആരംഭിച്ചപ്പോൾ ആദ്യം ചെയ്തത് വ്യക്തിപരമായ ആശയവിനിമയമാണ്. Where there are many instances in the gospel of he speaking to individuals. സുവിശേഷങ്ങളിൽ അനേക സന്ദർഭങ്ങളിൽ വ്യക്തികളോട് കർത്താവ് നേരിട്ട് സംസാരിക്കുന്നതായിട്ട് നാം കാണുന്നു. Then there are instances where he is speaking to multitudes of people. അതിനുശേഷം കർത്താവ് വലിയ ജനക്കൂട്ടത്തോട് സംസാരിക്കുന്നതായിട്ട് നാം കാണുന്നു. And then he does an exposition of the Torah. എന്ന് മാത്രമല്ല, പഴയ നിയമത്തിന്റെ
ആ ഒരു വിശദീകരണം കർത്താവ് പല സന്ദർഭങ്ങളിലും നടത്തിയതായിട്ട് നാം How വായിക്കുന്നു. does he do that? By illustrative parables. ആ ഉപമകളിലൂടെയാണ് കർത്താവ് ആ സത്യങ്ങൾ വെളിപ്പെടുത്തിയത്. He performs miracles. ആ അത്ഭുതങ്ങൾ ചെയ്യുന്നതിലൂടെ Local Jews see all this. ആ പ്രാദേശികരായ യഹൂദന്മാർ അതൊക്കെയും കണ്ടു. They are confused. അവർക്ക് സംശയം വന്നു. They don't know where to go, whether they should stick to the old or come to the new. ആ പഴയതിനോട് പറ്റി നിൽക്കണമോ അതോ ഈ പുതിയ ഉപദേശം സ്വീകരിക്കണമോ എന്നുള്ള സംശയം യഹൂദന്മാർക്ക് ഉടലെടുത്തു. And then the message, always to remember, included the world at large and generations ahead. അതുകൊണ്ട് അവിടുത്തെ വീണ്ടും വരവരെ എല്ലായ്പ്പോഴും ലോകത്തിലെ എല്ലാ തലമുറകളോടുമുള്ള സന്ദേശമാണത്. See, this, again I come back to the fact, the complexity of the gospel, the complexity of the 3.5 years of communication was so complicated that to reach the aim of each one of us, to have a message for each one of us in this world. There are 7 billion people in the world, but whoever has come to know the Lord, he has been able to do that all through those 4 gospels. ഈ സുവിശേഷങ്ങളിലൂടെ കർത്താവ് ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്ന ഈ സത്യങ്ങള് അതാത് കാലഘട്ടങ്ങളില് ലോകത്തിലുള്ള ഏതൊരു വ്യക്തിക്കും വിശ്വസിക്കുന്നവർക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ കർത്താവ് ആ വലിയ കാര്യങ്ങള് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളത് നമുക്കത് എത്രയോ അത്ഭുതത്തോടു കൂടി മാത്രമേ ഓർക്കാനായിട്ട് It is സാധിക്കൂ. impossible to understand how this construction took place of all those events of 3.5 years. ഈ 3.5 വർഷക്കാലത്തെ ഈ കാര്യങ്ങൾ എങ്ങനെ അതിൽ ഉൾപ്പെടുത്തുവാനായിട്ട് സാധിച്ചു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് പ്രയാസമുള്ള കാര്യമാണ്. He did not leave, he also did communicate with the local and immediate, with the local authorities as well. അന്നുണ്ടായിരുന്ന പ്രാദേശികമായ നേതൃത്വത്തിലുള്ള ആളുകളോടും അധികാരങ്ങളിലുള്ള ആളുകളോടും കർത്താവ് ഇടപെട്ടു. Both Jewish and Roman. യഹൂദന്മാരായിട്ടുള്ള ആളുകളോടും അതുപോലെ റോമക്കാരായ He അധികാരികളോടും. spoke to Pharisees and Sadducees and also the priests, the authorities amongst the Jews. അന്നുണ്ടായിരുന്ന യഹൂദന്മാരുടെ നേതൃത്വത്തിലുള്ള ആ പുരോഹിതന്മാരോടും സദൂക്യരോടും അങ്ങനെയുള്ള ആളുകളോടൊക്കെ കർത്താവ് സംസാരിച്ചു. And then we see there are certain strategies that he used. കർത്താവ് ഉപയോഗിച്ച ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു. The strategies, as we see, is most of the thoughts in the New Testament are conceptual. They are not written rules and regulations. പുതിയ നിയമത്തിലുള്ള പല ആശയങ്ങളും അത് ആശയപരമായ ചിന്തകളാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. You remember the story of the fig tree that withered? ഉണങ്ങിപ്പോയ അത്തിവൃക്ഷത്തിന്റെ ആ ഒരു കാര്യം നമുക്ക് അറിയാമല്ലോ. The understanding is for the local Jews that they will wither away. That is what the understanding of it was. They never understood and they would wither away in terms of their future. അത് പ്രാദേശികമായ യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവര് ഉണങ്ങിപ്പോകും എന്നുള്ള ആ ഒരു കാര്യമായിരുന്നു അവരോട് മനസ്സിലാക്കുവാനായിട്ട് ആഗ്രഹിച്ചത്. But how do we look at it? എന്നാൽ നമുക്കത് എങ്ങനെയാണ് മനസ്സിലാക്കാൻ? Because it is not in the Bible only for the Jews. കാരണം തിരുവെഴുത്തിലെ സത്യങ്ങൾ യഹൂദന്മാർക്ക് വേണ്ടി മാത്രമുള്ളതല്ല. The key word there is that the fruit was not there, but the leaves were there. അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇലകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതിൽ ഫലമൊന്നും കണ്ടില്ല എന്ന് വായിക്കുന്നു. The fig tree, the first thing that happens are the fruits and the leaves come later. അത്തിവൃക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഫലങ്ങളാണ് ആദ്യം ഉണ്ടായി വരുന്നത്, ഇലകൾ അതിന് ശേഷമാണ് വരുന്നത്. What I'm trying to say is there's a concept there that we need to understand. അവിടെ ഒരു ആശയം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കുവാനായിട്ട് ആവശ്യമുണ്ട്. If you remember the Sermon on the Mount, ഗിരിപ്രഭാഷണത്തോടുള്ള ബന്ധത്തിൽ there are so many things that he has mentioned which is transitioning from the law to that of the dispensation of grace. ആ ന്യായപ്രമാണ യുഗത്തിൽ നിന്ന് കൃപായുഗത്തിലേക്കുള്ള ആ മാറ്റം അത് പല കാര്യങ്ങളും അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. And he in his activity there were parables and miracles, but he lived a perfect sinless life as the Son of Man. കർത്താവ് യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷകളിൽ ഉപമകളുണ്ടായിരുന്നു, അത്ഭുതങ്ങളുണ്ടായിരുന്നു. എന്നാൽ തന്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ മനുഷ്യപുത്രനായി തികഞ്ഞ പാപരഹിത ജീവിതം നയിച്ച അവനായിരുന്നു കർത്താവ് യേശുക്രിസ്തു. His communication is talking. താൻ സംസാരത്തിലൂടെയാണ് ആളുകളോട് communication is in his actions. പ്രവർത്തികളിലൂടെ ദൈവം കർത്താവ് പല കാര്യങ്ങളും വെളിപ്പെടുത്തി. His life itself is a communication as an example for man. തന്റെ ജീവൻ തന്നെ മനുഷ്യർക്ക് ഒരു കാര്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ടുള്ള ഒരു ഉപാധിയായിരുന്നു. In the New Testament there are very
important two things that come into existence. പുതിയ നിയമത്തിൽ രണ്ട് കാര്യങ്ങൾ അവിടെ പുതിയതായിട്ട് കടന്നു വന്നതായിട്ട് നമുക്ക് It is മനസ്സിലാക്കാം. not there in the Old Testament. പഴയ നിയമത്തിൽ ഇല്ലാത്ത ചില കാര്യങ്ങൾ. And that has been asked by two different people to Lord Jesus Christ. രണ്ട് വ്യക്തികളാണ് ഈ കാര്യങ്ങൾ കർത്താവിനോട് ചോദിച്ചത്. Because they haven't heard of this before and suddenly something new has come. ഇതുവരെയും കേൾക്കാത്ത ഒരു പുതിയ കാര്യം, പുതിയ ആശയം അവർ കേട്ടതുകൊണ്ട് അവർ കർത്താവിനോട് ചോദിച്ചു. And they want to acquire it. അതിനെക്കുറിച്ച് കർത്താവിനോട് അവർ ചോദിക്കുവാനായിട്ടിടയായി. The first is the entry into the kingdom of God or heaven, whichever you may call it. ഒന്നാമത്തെ കാര്യം സ്വർഗരാജ്യത്തിലേക്കുള്ള പ്രവേശനത്തെ കുറിച്ചിട്ടുള്ളതാണ്. And that is what Nicodemus came to Jesus to ask for. അതാണ് നിക്കോദിമോസ് കർത്താവിനോട് ചോദിക്കാനായിട്ടിടയായി. And that's when the born again aspect came into this world as a statement. ആ നിക്കോദിമോസിനോടുള്ള മറുപടിയിലാണ് കർത്താവ് വീണ്ടും ജനിക്കണം എന്നുള്ള ആ ആശയം പറയാനായിട്ടിടയായി തീർന്നു. Completely new. അതൊരു പുതിയ ആശയമായിരുന്നു. If you read Luke chapter 16 verse 16, ലൂക്കോസിന്റെ വിഷയം 16:16 വായിച്ചു കഴിഞ്ഞാൽ ന്യായപ്രമാണത്തിന്റെയും പ്രവാചകന്മാരുടെയും കാലം യോഹന്നാൻ വരെ ആയിരുന്നു. അന്നു മുതൽ ദൈവരാജ്യത്തെ സുവിശേഷിച്ചു വരുന്നു. എല്ലാവരും ബലാത്കാരേണ അതിൽ കടപ്പാൻ നോക്കുന്നു. And the second is the eternal life. രണ്ടാമത്തെ ഒരു ആശയം എന്ന് പറയുന്നത് നിത്യജീവൻ. And you know about Luke 18:18. ലൂക്കോസിന്റെ സുവിശേഷം 18:18 നമ്മൾ വായിക്കുന്നുണ്ട്. ഒരു പ്രമാണി അവനോട്, നല്ല ഗുരു, ഞാൻ നിത്യജീവനെ അവകാശമാക്കേണ്ടതിന് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. So these are two new things that come into existence in the New Testament. പുതിയ നിയമത്തിൽ നാം കാണുന്ന രണ്ട് പുതിയ സത്യങ്ങളാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. Of course, there is the baptism baptism itself is a new concept. സ്നാനം തന്നെ ഒരു പുതിയ കാര്യമാണ്. Also casting out devils. എന്ന് മാത്രമല്ല ഭൂതങ്ങളെ പുറത്താക്കൽ. See, there are so many things that happen in this great plan of God, Son of God, communicating with man to achieve the building of a church of his own that he can present as blameless and worthy unto eternity in the presence of his Father. തന്റെ മാത്രമായ ആ സഭയെ പണിത് ശുദ്ധയും നിഷ്കളങ്കയുമായി പിതാവിന്റെ മുമ്പാകെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിന് വേണ്ടി കർത്താവ് യേശുക്രിസ്തു തന്നെ നേരിട്ട് ആ കാര്യങ്ങൾ ആരംഭിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. There are also certain milestones in his life. തന്റെ ജീവിതത്തിൽ ചില നാഴികക്കല്ലുകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. Which also tends to bring about the deity of God, deity of Christ. കർത്താവ് യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ കുറിച്ച് നമ്മൾ വായിക്കുന്നു. The virgin birth. കന്യകാജനനം. The 12-year-old exposing the Torah to learned people in the synagogue. 12-ാം വയസ്സിൽ സിനഗോഗിൽ പണ്ഡിതന്മാർക്ക് ന്യായപ്രമാണം വ്യാഖ്യാനിച്ചു കൊടുക്കുന്നു. The baptism factor. സ്നാനം. Transfiguration on the Transfiguration Mount. മറുരൂപമലയിലെ രൂപാന്തരം. Seeing of Moses and Elijah. അവിടെ വെച്ച് മോശയും ഏലിയാവും പ്രത്യക്ഷപ്പെട്ടത്. All these are new things. ഇതെല്ലാം പുതിയ കാര്യങ്ങളാണ്. And these have all aspects. They are all communicating. ഈ കാര്യങ്ങളൊക്കെയും സത്യങ്ങൾ വെളിപ്പെടുത്തുവാനായിട്ടുള്ള ഉപാധികളാണ്, മാർഗങ്ങളാണ്. Then there's that Gethsemane. ഗെത്സമനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. Not my will but yours. എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടമാകട്ടെ എന്ന് പറഞ്ഞു. What a profound statement. എത്ര ശക്തമായ ഒരു വാക്കുകളാണ് അത്. In our lives it has to be applied. Not my will Lord but yours. നമ്മുടെ ജീവിതത്തിലും അത് പ്രാവർത്തികമാക്കുവാനായിട്ടുള്ള ഒരു കാര്യമാണ്. Then of course the crucifixion. അതിനുശേഷം ക്രൂശീകരണം, resurrection and the ascension. ഉയർത്തെഴുന്നേൽപ്പ്, സ്വർഗ്ഗാരോഹണം. What is a believer's journey then? എന്താണ് ഒരു വിശ്വാസിയുടെ യാത്ര നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്? God is trying to lead man to God. I mean, Christ is leading men to God from now until eternity. ഇപ്പോൾ മുതൽ നിത്യത വരെ മനുഷ്യനെ ദൈവത്തിലേക്ക് നയിക്കുക എന്നുള്ള കാര്യമാണ് കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. And in this whole plan, his position is to offer the option of holiness against sinfulness. പാപത്തിനെതിരെ വിശുദ്ധിയെ തിരഞ്ഞെടുക്കുവാനായിട്ടുള്ള സ്വാതന്ത്ര്യം മനുഷ്യനെ അവതരിപ്പിക്കുക എന്നുള്ളതും അതിന്റെ ലക്ഷ്യമായിട്ടിരിക്കുന്നു. And his being here in this world was to set a target to which we try to achieve. വിശുദ്ധിയുടെ ആ ഒരു നിലവാരം എത്തുവാനായിട്ടുള്ള മാനദണ്ഡവും അതിനോട് ചേർത്ത് കർത്താവ് വെച്ചിരിക്കുന്നു. And it's not only the thoughts and the word of God, but circumstances in our personal lives that will persuade us
to holiness. ആ വിശുദ്ധി പിന്തുടരുവാൻ ബോധ്യപ്പെടുത്തുന്ന സംഭവങ്ങളും കർത്താവ് നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്നു. He didn't forget the fact that we are human beings with a fleshly body, നാം ജഡത്തിൽ വസിക്കുന്ന മനുഷ്യരാണ് എന്നുള്ള കാര്യം മറന്നുകൊണ്ടല്ല കർത്താവ് അങ്ങനെ ചെയ്യുന്നത്. requiring us to have daily sanctification, and he put in a process for that. ആ ദിനംതോറും നാം വിശുദ്ധീകരണം പ്രാപിക്കാനായിട്ട് ആവശ്യമുണ്ട് എന്നുള്ള ഉത്തമ ബോധ്യത്തിൽ തന്നെയാണ് കർത്താവ് ആ കാര്യങ്ങളൊക്കെ അനുവദിക്കുന്നത്. At the same time, to strengthen the believer's faith, he provides means and methods. എന്നാൽ അതേ സമയം തന്നെ വിശ്വാസിയുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുവാനായിട്ടുള്ള മുഖാന്തരങ്ങളും കർത്താവ് ഒരുക്കുന്നു. There are testimonies of other people who are children of God who go through lives with challenging circumstances that become a source of strength to our faith. മറ്റ് വിശ്വാസികളുടെ അനുഭവ സാക്ഷ്യങ്ങൾ അവർ കടന്നു വന്നിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള വഴികൾ അതൊക്കെയും വിശുദ്ധിയുള്ള ജീവിതയാത്രയ്ക്ക് മറ്റ് വിശ്വാസികൾക്ക് അത് ആക്കം കൂട്ടുന്നു. And that is why he talks about having a fellowship. അതുകൊണ്ടാണ് കൂട്ടായ്മയെ കുറിച്ച് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. And this fellowship increases the sense of faith that is there in others as well and ourselves as well. അങ്ങനെയുള്ള കൂട്ടായ്മ നമ്മിലും മറ്റുള്ളവരിലും ആ വിശ്വാസത്തിന്റെ ഉറപ്പ് നൽകുന്നു എന്നുള്ളതാണ്. But there are certain realities in this world. എന്നാൽ ചില യാഥാർത്ഥ്യങ്ങൾ ഈ ലോകത്തിലുണ്ട്. Realities of the existence of Satan, the adversary. ആ എതിരാളിയായ സാത്താന്റെ ആ ഒരു യാഥാർത്ഥ്യം ഉണ്ട്. Today, we may look at so much of so-called Christianity around us. ഇന്ന് ക്രിസ്തീയ മാർഗം എന്നുള്ള രീതിയിൽ അനേക കാര്യങ്ങൾ നമുക്ക് ചുറ്റും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. You have this Christmas itself being used as a means of entertainment. ഇന്ന് ക്രിസ്തുമസ് എന്നുള്ള കാര്യം തന്നെ ഉല്ലസിക്കുവാൻ അല്ലെങ്കിൽ ആഘോഷമാക്കുവാനായിട്ടുള്ള രീതിയിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. And the men of God in the world today have said, people or eminent people have said, there is a false narrative of Jesus Christ. They are projecting a Jesus Christ who is according to their convenience, according to their wantings, according to their own rules and regulations, fit into a religious model. എന്നാൽ ഇന്ന് ലോകത്തിൽ പല പ്രമുഖരായ ആളുകളും കർത്താവായ യേശുക്രിസ്തുവിനെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരുടെ ബോധ്യമനുസരിച്ച് ഉള്ള ഒരു മതത്തിന്റെ ഒരു സംവിധാനമാക്കി അവർ അവതരിപ്പിക്കുന്നു. They have created avenues wherein they merge their own liking with that of a outlook of Christ as a front face. ആ ക്രിസ്തു മാർഗത്തിന്റെ ഒരു ചിത്രം മറ്റുള്ളവർക്ക് ലഭിക്കത്തക്ക രീതിയിൽ എന്നാൽ അവരുടേതായ ആശയങ്ങളും കാര്യങ്ങളും അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ആ കാര്യങ്ങൾ മറ്റുള്ളവരുടെ മുമ്പാകെ അവതരിപ്പിക്കാനായിട്ട് ഇടയായിത്തീരുന്നു. And the worst exhibition of that is seen in the so-called worshiptainment, as they call it. അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ വർഷിപ്പ് ടീം എന്നുള്ള രീതിയിൽ ഇന്ന് പല കാര്യങ്ങളും നടക്കുന്നത്. Where they go into having music, lights and images to invoke a sort of sense of worship displayed in a sort of dance and in a sort of trance. ആ ഒരു വലിയ ശബ്ദത്തിലൂടെ പാട്ടിലൂടെ അല്ലെങ്കിൽ ലൈറ്റിലൂടെ ഒക്കെ ദൈവത്തെ ആരാധിക്കുന്നു എന്നുള്ള രീതിയിൽ തെറ്റായിട്ടുള്ള ഒരു ചിത്രം കാണിക്കുന്നതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. I have heard of people many years back actually who said that was a very nice, very good, energizing time when I was worshiping them, singing songs of praise and doing this and that. അങ്ങനെ നൃത്തമൊക്കെ ചെയ്ത് ദൈവത്തെ ആരാധിക്കുന്നത് വളരെ ആനന്ദം നൽകുന്നു, എനിക്ക് വളരെ സന്തോഷം നൽകുന്നു എന്ന് വർഷങ്ങൾക്ക് മുൻപ് തന്നെ ചില ആളുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. We are being lifted in our spirits to be able to worship Christ. ആത്മാവിൽ ഞങ്ങൾ അങ്ങോട്ട് ഉയർത്തപ്പെട്ടു ദൈവത്തെ ആരാധിക്കാനായിട്ട് എന്നൊക്കെ അവർ പറയാറുണ്ട്. This is the narrative that is going around the world today. ഇത് ഇന്ന് ലോകത്തിൽ വളരെ സാധാരണമായി തീർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. And here we need, there are many great men of God in the world today who are speaking against it. ഇതിനെ എതിരായിട്ട് സംസാരിക്കുന്ന അനേക ദൈവഭക്തരായ ആളുകളുമുണ്ട് ഇന്ന് ലോകത്തിൽ. People like John MacArthur, R.C. Sproul, who's pastor of course, so many of them are saying that this is all wrong. ജോൺ മക്കാദറിനെ പോലെയുള്ള അനേക ദൈവഭക്തരായ ആളുകൾ ഇതൊക്കെ തെറ്റാണ്
എന്ന് വളരെ വ്യക്തമായിട്ട് അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. So we need to be aware that we do not expose ourselves by being attracted to music alone as a means of worship. അതുകൊണ്ട് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ പാട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ മാത്രം അതാണ് ആരാധന എന്നുള്ള രീതിയിൽ നാം തെറ്റിദ്ധരിച്ച് അതിലേക്ക് നാം വീണു പോകരുത്. Music and lights and sounds is not the worship. പാട്ടോ ശബ്ദമോ ലൈറ്റോ അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ല ആരാധന എന്ന് പറയുന്നത്. Worship is recognizing the great God, the awesome God, what He has done for us, what He is, and what He's going to do for us. എന്നാൽ ആരാധന എന്ന് പറയുന്നത് ആ ഭയഭക്തി ബഹുമാനത്തോടെ ദൈവം ആരാണെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്തതും ചെയ്യുവാൻ പോകുന്നതുമായ കാര്യങ്ങൾ ഓർത്തുകൊണ്ട് ദൈവത്തിന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നതാണ്. Another aspect is humanism. James Bogie spoke about it. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം നാം കേട്ടതുപോലെ മാനവികത എന്നുള്ള കാര്യമാണ്. It appeals to a sentiment of so-called compassion. അനുകമ്പയുള്ള ഒരു വികാരത്തെ കാണിക്കുന്ന ഒരു കാര്യമായിട്ട് അത് മനസ്സിലാക്കുന്നു. Worship is our falling prostrate in front of God in a great God. ആരാധന എന്ന് പറയുന്നത് വലിയവനായ ദൈവത്തിന്റെ മുമ്പാകെ നാം സാഷ്ടാംഗം വീഴുന്നതാണ്. But here humanism is brought in so that you have a false narrative of Jesus Christ that appears good and religious. എന്നാൽ മാനവികത എന്ന് പറയുമ്പോൾ ആ ഒരു അനുകമ്പയോ ഉള്ള വികാരത്തെ ആകർഷിക്കുകയും ആളുകളെ വഴിതെറ്റിക്കുകയും ചെയ്യുന്നതാണ്. In English there are 2-3 words that we cannot get into translation in Malayalam. Their words are independence, freedom and liberty. ഇൻഡിപെൻഡൻസ്, ഫ്രീഡം, ലിബർട്ടി മുതലായ വാക്കുകൾ അത് സാധാരണ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന വാക്കുകളാണ്. And those words talk about independence is that you don't depend on anybody but you do what you like. ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞാൽ നാം വേറെ ആരിലും ആശ്രയിക്കാനായിട്ട് ആവശ്യമില്ല, നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യുക. Freedom is that you are not obeying anybody. ഫ്രീഡം എന്ന് പറഞ്ഞാൽ നമ്മൾ ആരെയും അനുസരിക്കാനായിട്ട് ആവശ്യമില്ല. And liberty means it doesn't matter what you do, destroy whatever you want, but nobody can stop you. ലിബർട്ടി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് വേണേ ചെയ്തു കൊള്ളുക, എന്ത് വേണേ നശിപ്പിച്ചു കൊള്ളുക, നിങ്ങളെ ആർക്കും തടയാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. Let's not go into the details of that. അതിന്റെ ഒരു വിശദീകരണത്തിലേക്ക് നാം പോകാനായിട്ട് ആവശ്യമില്ല. But what is misunderstood of independence is that it's a freedom to do anything even if it is against God's will. സ്വാതന്ത്ര്യത്തെ തെറ്റിദ്ധരിക്കുകയും ദൈവഹിതത്തിന് വിരുദ്ധമാണെങ്കിലും എന്തും ചെയ്യാൻ കഴിയുന്നതാണ് സ്വാതന്ത്ര്യം എന്ന് കരുതുകയും ചെയ്യുന്നു. Now let's just consider what is sin. പാപം എന്താണെന്നുള്ളത് നമുക്കൊന്ന് പെട്ടെന്ന് നോക്കാം. It is sin both in thoughts, words and deeds. പാപം എന്നത് ചിന്തകളോ വാക്കുകളോ പ്രവർത്തികളോ ആകട്ടെ, anything that does not glorify God. This is the basic underline. ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം എന്ന് പറയുന്നത് ദൈവത്തെ മഹത്വപ്പെടുത്താത്ത എന്തും പാപമാണ്. Anything that does not please God. ദൈവത്തെ പ്രസാദിപ്പിക്കാത്ത എന്തും പാപമാണ്. Anything that is against the will of God. ദൈവഹിതത്തിന് വിരുദ്ധമായ എന്തും പാപമാണ്. This is not the definition. It is a way in which we can identify what sin is. ഇത് പാപത്തിന്റെ ഒരു നിർവചനം അല്ല, എന്നാൽ പാപം എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ്. There are 2 verses. 2 വാക്കുകളുണ്ട്. Christ is in you. ക്രിസ്തു നിങ്ങളിലുണ്ട്. Romans 8 verse 10. റോമർക്ക് എഴുതിയ ലേഖനം 8:10. ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ ശരീരം പാപനിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു. The spirit is the one that is alive. ആത്മാവ് ജീവനാണ്. And the second line is, it is Christ who lives in me. രണ്ടാമത്തെ കാര്യം, എന്നിൽ ജീവിക്കുന്നത് ക്രിസ്തുവാണ്. Who said that? Apostle Paul. അപ്പോസ്തലനായ പൗലോസാണ് അത് പറഞ്ഞത്. ഗലാത്യർ 2:20. ഞാൻ ക്രിസ്തുവിനോടുകൂടി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നു. So I remember one great servant of God said, you are crucified with Christ. ഒരു ദേവദാസൻ ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, നിങ്ങൾ ക്രിസ്തുവിനോടുകൂടി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. And you are not supposed to come down. അതിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വരുവാനായിട്ട് നമുക്ക് പാടില്ല. You are still on that cross. നമ്മൾ ആ ക്രൂശിൽ തന്നെ കിടക്കുകയാണ്. Everything that God will do for you. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്യും. It is a beautiful illustration. അത് മനോഹരമായ ഒരു വിശദീകരണമാണ്. Let me just give you this illustration. ഈ ഒരു കാര്യം ഞാൻ നിങ്ങൾക്കൊന്ന് വിശദീകരിക്കട്ടെ. Our sin has to decrease.
നമ്മുടെ പാപം കുറഞ്ഞു കുറഞ്ഞു വന്ന് and our holiness has to increase. വിശുദ്ധീകരണത്തിൽ നാം വളർന്നു വരുവാനായിട്ട് ആവശ്യമുണ്ട്. May God add his blessings to these words. ഈ ആലോചനയുടെ മേൽ ദൈവം തൻ്റെ അനുഗ്രഹങ്ങളെ ചൊരിയുമാറാകട്ടെ.